വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീനാണ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത്രയും നാൾ ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. മേ ബി നിങ്ങളുടെ ഇപ്പം പറഞ്ഞ ഇത് സ്പോൺസേർഡ് ആണ് അങ്ങനെ എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്. പിന്നെ ഞാൻ ഒൺ ബ്രാൻഡിൻ്റെ എന്തുകൊണ്ട് നിർത്തി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ഒൺ ബ്രാൻഡിൻ്റെ ഒരു അണ്ടർ ഐ ക്രീം എനിക്ക് നല്ലതായിട്ട് തോന്നിയ ഒരു ക്രീമിൻ്റെ റിവ്യൂ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇടണോ വേണ്ടേ ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ മാസമേ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ എനിക്കത് ഇടാൻ വേണ്ടിയിട്ട് മേ ബി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് എന്താ സ്പോൺസേർഡ് ആണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാനത് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോ മേ ബി ദീപാവലിക്ക് മുമ്പ് അല്ലെന്നുണ്ടെങ്കിൽ ദീപാവലിക്ക് ശേഷമായിരിക്കും വരുന്നത്. ഞാനിതിപ്പം നവംബർ ഹാഫ് പകുതി, അതായത് ഇന്നത്തെ 13-12 എടുക്കുന്ന വീഡിയോ ആണ്. മേ ബി ദിവാലിക്ക് മുമ്പ് അല്ലെങ്കിൽ ദിവാലിക്ക് ശേഷമാണ്. കാരണം ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വച്ചേക്കുന്ന അനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്തിടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പ്രോഡക്ട്സുകൾ എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. ഞാൻ ഈ പ്രോഡക്റ്റിന് വരെ ഈ പ്രോഡക്റ്റ് റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാമല്ലോ. നമ്മുടെ ജോബ് അതല്ലേ, അതിൽ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതാണ് അപ്പോൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിലോട്ട് പോകാം. സ്കിൻ കെയർ റുട്ടീനിലോട്ട് പോകണമെങ്കിൽ എനിക്ക് ആദ്യമേ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് എടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിനും എൻ്റെ ബോഡിക്കും വേണ്ടിയിട്ട് എടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ട് പോവാണ്. ഫസ്റ്റ് ഞാൻ ചെയ്തത്, ഞാൻ ഷുഗർ ഭയങ്കരമായിട്ട് പഞ്ചസാര എടുപ്പായിരുന്നു. പഞ്ചസാര ഡയറക്റ്റ് അങ്ങനെയല്ല, ഡയറി പ്രോഡക്ട്സ്, എക്സാമ്പിൾ ഡയറി മിൽക്ക്, ഗാലക്സി, ഇവയൊക്കെ ഞാൻ പ്രാന്തിയായിരുന്നു. എന്നാൽ എനിക്ക് ഒരാഴ്ച 2 ഡയറി മിൽക്കെങ്കിലും കഴിക്കുമായിരുന്നു. 20-ൻ്റെയും 40-ൻ്റെയും ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിക്കാൻ വേണ്ടി. അത് ഏത് മുട്ടായിട്ടാലും ഇവിടെ അടി ഉണ്ടാക്കി ഇവിടെ ആർക്കും കൊടുക്കാതെ കഴിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഇത്. മുട്ടായി എന്നൊക്കെ പറഞ്ഞാൽ മരിച്ച് വീഴുന്ന ക്യാരക്ടറാണ്. ആൻഡ് നെക്സ്റ്റ് ഞാൻ കഴിക്കുന്നത് ലഡു ജിലേബി. ഇവിടെ എൻ്റെ വീട്ടിൽ ആരും കഴിക്കത്തില്ല. മാളും കഴിക്കത്തില്ല, അമ്മയും കഴിക്കത്തില്ല ലഡു ജിലേബി. പക്ഷെ ഞാൻ വാങ്ങിച്ച് വച്ചിരുന്ന് ഒരു രാത്രി കൊണ്ട് ഒരു 3-4 ലഡുവൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഇത് കളർ ചെറി ഉണ്ടല്ലോ, നമ്മുടെ ടിന്നിൽ കിട്ടുന്ന, ഞാൻ കഴിക്കുന്നതല്ല കേട്ടോ പറയുന്നത്, ടിന്നിൽ കിട്ടുന്ന കളർ ചെറി ഒരു ദിവസം 2 പാക്കറ്റ്, അതായത് 30-ൻ്റെ ഒരു പാക്കറ്റ്, അതെൻ്റെ 2 പാക്കറ്റ് ഒരു ദിവസം തിന്ന ചരിത്രം വരെ എനിക്കുണ്ട്. അപ്പോൾ അത്. നെക്സ്റ്റ് ഇത് ചായയും പഞ്ചസാര അധികം ഇടാറില്ല. ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും, നന്നായിട്ട് എന്തെങ്കിലും ജ്യൂസൊക്കെ ഇടണേ കുടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഷുഗറിൻ്റെ കൺസ്യൂമിങ് ഞാൻ ഭയങ്കരമായിട്ട് ഒഴിവാക്കി. കാരണം എനിക്ക് ആക്റ്റീവായിട്ട് ആഗ്നെ ഉള്ളത് കൊണ്ടും പിമ്പിൾസ് ഉള്ളത് കൊണ്ടും ഞാനത് ഷുഗറിൻ്റെ കൺസ്യൂമിങ് വളരെ ഒഴിവാക്കി. ചായയിൽ വളരെ മധുരം കുറച്ചാണ് ഇടുന്നത്, വളരെ മധുരം കുറച്ച്. ആൻഡ് ഞാൻ വേറൊരു ഡയറി പ്രൊഡക്ട്സ് എന്നാലും ഇവിടെ 2 ഗാലക്സിയുടെ മുട്ടായി ഒരു ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ ഞാൻ ഇങ്ങനെ മാൾ തിന്നപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, തൊട്ടിട്ടില്ല. അത്രയ്ക്കൊരു വിൽ പവർ എൻ്റെ മനസ്സിൽ വന്നു പോയി. ഞാനിപ്പോൾ മധുരം ഒന്നും കഴിക്കാറില്ല. ഒരു മധുരമുള്ള ഒരു പൊട്ടി സാധനമാണ്. ദീപാവലിക്ക് സ്വീറ്റ്സ് ഒക്കെ കിട്ടി കേട്ടോ. അപ്പം ഞാൻ അതൊന്നും ഒരു പൊട്ടിക്ക് പോലും ഇങ്ങനെ തൊട്ടുപോലും നക്കി നോക്കിയിട്ടില്ല. ഏരിലോട്ടേ നോക്കാതെ മനഃശക്തി കൊണ്ട് ഞാൻ നടന്നു. അപ്പോൾ ഇത് ഞാൻ ചെയ്യും. പിന്നെ ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്. മുന്നേ പറഞ്ഞിട്ടുള്ള ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പം വീട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1-2 ദിവസം കൂടുമ്പോഴത്തേക്ക് ഞാൻ നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കുടിക്കണം. കാരണം ജ്യൂസ് നമുക്ക് എപ്പോഴും മേ ബി നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. കാരണം മുമ്പേ ശീലിച്ചിട്ടുള്ള നമുക്ക് ചായയാണ്. അപ്പോൾ രാവിലെ ജ്യൂസൊന്നും കുടിക്കാനുള്ളൊരു ഇതില്ല. അപ്പോൾ അങ്ങനെ ജ്യൂസ് കുടിക്കുന്നില്ല. ജ്യൂസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ കുടിക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതാണ് കുടിക്കുന്നത്, മറ്റേ സാധനത്തിന് പേര് നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കുടിക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ വരുത്തിയ മാറ്റമാണ്. കാരണം ഇത് പറഞ്ഞിട്ട് വേണം ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടിലോട്ട് പോകാം. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് എൻ്റെ പെട്ടെന്ന് പോവാണ്, കാരണം ഭയങ്കര ലോങ് ആയി പോകാണ്ട് പെട്ടെന്ന് പോവാണ്. ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ മോർണിംഗ് രാവിലെ ഫേസ് വാഷിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ റീഫ്രഷിങ് ഫേഷ്യൽ വാഷാണ്. 100% സോപ്പ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷാണ്. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെർമാവൈവിൻ്റെ ഒരു ഡൂപ്പ് പറഞ്ഞു തരുമെന്ന്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഭയങ്കര ജെന്റിലായിട്ടുള്ള ഫേസ് വാഷാണ്. അത് അധികം എക്സ്പെൻസീവ് അല്ല. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 355. നമുക്ക് ആമസോണിൽ 200 സംതിങ് അല്ലെങ്കിൽ 300 ആ ഒരു റേഞ്ചിൽ കിട്ടും. അണ്ടർ 300 റുപ്പീസിന് കിട്ടും. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സിമ്പിളിൻ്റെ ഫേസ് വാഷാണ്. കാരണം ഫേസ് വാഷ് നമുക്ക് എപ്പോഴും ഉള്ള സാധനം. അപ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും എനിക്ക് എന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതേ വാങ്ങാറുള്ളൂ. അപ്പോൾ എനിക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊന്നും ഞാൻ അധികം വാങ്ങിച്ച് വയ്ക്കാറില്ല. കാരണം സിമ്പിളിൻ്റെ ഫേസ് വാഷ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുക നല്ലൊരു ഫേസ് വാഷാണ്.
പിന്നെ ഈ രാവിലെ ഞാൻ എന്തുകൊണ്ട് സിമ്പിളിൻ്റെ ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ രാത്രി കിടന്ന് കഴിയുമ്പോൾ നമ്മൾ ഗുസ്തിക്കൊന്നും പോകുന്നില്ലല്ലോ, നമ്മൾ രാത്രി അവിടെ കിടന്ന് പറഞ്ഞില്ല വേറെ അപ്പം ഒന്നോ രണ്ടോ തുപ്പല് അവിടെ ഇവിടെയൊക്കെ കാണും, നമ്മൾ ലൈക്ക് പുഴ ഒഴുക്കണതിൻ്റെയൊക്കെ സൈഡിൽ കാണും. അപ്പോൾ പുഴ ഒഴുക്കുന്നത് കഴുകളയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് വാഷ് ധാരാളമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ജെന്റിലായിട്ട്, കാരണം രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും എനിക്കത് സപ്പിളായിട്ടുള്ള സ്കിന്നുമായിട്ടാണ് നമ്മൾ രാവിലെ എണീറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ വീര്യം കൂടിയ ഫേസ് വാഷ് ഒക്കെ ഇട്ട് ഉപയോഗിച്ച് മുഖം കഴുകുകയാണെങ്കിൽ മേ ബി നമ്മുടെ സ്കിന്നിലുള്ള നല്ല പ്യുവർ ആയിട്ടുള്ള കുറച്ച് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഓയിലൂടെ പോകും. അപ്പോൾ ഓയിലൂടെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഭയങ്കര സൂപ്പർവാണ്, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. ഞാൻ മുമ്പ് സെറ്റാഫിലിൻ്റെ ആണ് യൂസ് ചെയ്തുകൊണ്ടത് രാവിലെ, പക്ഷേ സെറ്റാഫിലിൻ്റെ അത് റേറ്റ് ഇച്ചിരി കൂടുതലല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിമ്പിളിലോട്ട് മാറിയത്. ഫേസ് വാഷ് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന ടോണറാണ്. അപ്പം ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു പിക്സി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്കിൻ ട്രീറ്റ് ഗ്ലോ ടോണിക്കാണ്. ഇതൊരു എക്സ്ഫോളിയേറ്റിംഗ് ടോണറാണ്. 5% ഗ്ലൈക്കോലിക് ആസിഡ് ഉണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇത് ഇപ്പോൾ യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം വേറെ കൊണ്ടല്ല, കാരണം ഇപ്പം എൻ്റെ സ്കിന്ന് കണ്ടാൽ നിങ്ങൾക്കറിയാം നല്ല രീതിക്ക് പിമ്പിൾസ് പോയി. ഇത് കണ്ടു, ഇപ്പോൾ ഇവിടെ ഒരു പിമ്പിളുണ്ട് ആൻഡ് ഇവിടെ പിമ്പിൾസ് പോയതിൻ്റെ മാർക്കുണ്ട്. ഇന്നാള് നല്ല കറുകറ, നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് കാണാൻ പറയാൻ പറ്റില്ല, കറുകറാന്നൊന്നാണ്. ഇപ്പം അതൊന്ന് ചുമന്ന് വരുന്നുണ്ട്, കാരണം കറുപ്പ് നിന്ന് ചുമന്ന് വന്നാലേ നമുക്ക് മാറത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം ഇത് യൂസ് ചെയ്യാറില്ല, കാരണം ഇപ്പോൾ ഓൾറെഡി ഇതൊരു എക്സ്ഫോളിയേറ്റിംഗ് ടോണറാണ്. അപ്പോൾ അതുകൊണ്ട് എന്നും ഇങ്ങനെ എക്സ്ഫോളിയേറ്റ് ആണെന്നുണ്ടെങ്കിൽ ബേബി സ്കിന്നാണ് വരുന്നത്. അപ്പോൾ അത് മേ ബി അത് ഭയങ്കര ഫ്രജൈലായിട്ടുള്ള, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, എന്ത് വന്നാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്കിന്ന് പുറത്ത് വന്നാൽ ഒട്ടും സ്കിൻ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്ത് വന്നാലും. കാരണം എൻ്റെ ജോബ് അതാണ്, ഞാനൊക്കെ ഓരോ പ്രോഡക്ട്സ് റിവ്യൂ ചെയ്യണം, അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാ പ്രോഡക്ട്സും വാരി വലിച്ചിടുമ്പോൾ സ്കിന്ന് മേ ബി ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ടോണർ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് എക്സ്പെൻസീവ് ആണെങ്കിൽ കിടിലാണ്, പക്ഷേ ഇത് വല്ലപ്പോഴും ഒരിക്കൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഒരു ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ 2 ദിവസം അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഈ ഒരു ടോണർ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഗുഡ് വൈബ്സിൻ്റെ റോസ് ഗ്ലോ ടോണറാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോണർ. കാരണം അത് അഫോർഡബിൾ ആണ്, അത് യൂസ് ചെയ്യും. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കഴിഞ്ഞ ബോട്ടിൽ ഞാൻ ഒരു ബോട്ടിൽ യൂസ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ വരണം November 14th 15th പ്രോഡക്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്കും 14 15 ഓക്കെ വരും. ആ പ്രോഡക്റ്റ് വരുന്ന സമയത്ത് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് അതേതെന്ന് വെച്ചാൽ കാമ ആയുർവേദയുടെ പ്രോഡക്റ്റാണ്. അപ്പോൾ അതാണ് അതിൻ്റെ റോസ് വാട്ടർ, പ്യുവർ കിഡിലായിട്ടുള്ള റോസ് വാട്ടറാണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ടോണർ യൂസ് ചെയ്തതിന് അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് റീസെൻ്റ് ആയിട്ടാണ്. കാരണം ഞാൻ ഇന്നാൾ കോസാറക്സ് ആമസോണിൽ ഒരു ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കോസാറക്സിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിച്ചു, ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ റിവ്യൂ പറയാം. ഇതുവരെ ഞാൻ റിവ്യൂ പറഞ്ഞില്ല, റിവ്യൂ പറയാം, ഉടനെ പറയാം. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ കുറച്ച് പേര്, ഒരു 5-6 പേര്, എനിക്ക് ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തേക്കാം, 5-6 പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് കോസാറക്സിൻ്റെ ഒരു എസെൻസ് ഉണ്ട്, അതിൻ്റെ റിവ്യൂ കൂടെ ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു കോസാറക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അഡ്വാൻസ്ഡ് നെയിൽ 96 മ്യൂസിൻ പൗഡർ എസെൻസ്. അപ്പോൾ ഈ ഒരു എസെൻസ് നല്ല എക്സ്പെൻസീവാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു 1600 എന്തായാലും ഒരു 1500 ആ റേഞ്ചിലായിട്ടുണ്ട്. ആൻഡ് ഇതൊരു കൊറിയൻ പ്രോഡക്റ്റാണ്, പ്രോഡക്റ്റാണ്. ആൻഡ് ഈ ഒരു എസെൻസിൻ്റെ റിവ്യൂ പറയാറായിട്ടില്ല, ബിക്കോസ് ഞാൻ വാങ്ങിച്ചിട്ട് ഞാനൊരു 10-15 ദിവസമായി. പക്ഷേ ഞാൻ ആകെ ഒരു 1, 2, 3, 4 തവണയൊക്കെ യൂസ് ചെയ്യുള്ളൂ. കാരണം എസെൻസ് ഇന്നേ വരെ ജീവിതത്തിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുള്ളൂ. അതായത് ഫേസ് വാഷ്, ടോണർ, സിറം അങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് എസെൻസ് ചില ദിവസം ഞാൻ എന്താ പറയുക, സിറം യൂസ് ചെയ്തിട്ടൊക്കെ ഞാൻ എസെൻസ് ഇടാറുണ്ട്, കാരണം മറന്നു. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ പറയാറായിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത്. റിവ്യൂ പറയാറിലേക്ക് പ്രത്യേകിച്ച് ഒരു ഷോർട്ട് വീഡിയോ എല്ലാം ചെയ്യാം. ഞാൻ കോസാറക്സിൻ്റെ ഷോർട്ട് ചെയ്യാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, അത് ചെയ്യാം. ആൻഡ് ഞാൻ റീസെൻ്റായിട്ട് എനിക്ക് മുഖക്കുരുവൊക്കെ വന്ന് കറുത്ത പാടായതിനു ശേഷം ഭയങ്കരമായിട്ട് ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ കിടിലായിട്ട് തോന്നിയ, ഭയങ്കരമായിട്ട് ഒരുപാട് പേര് നല്ല റിവ്യൂ ഉണ്ട്, നല്ല പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടേക്കുന്ന ഒരു സിറാണ് ഇത്. ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 2% കോജിക് ആസിഡ് ഫേസ് സിറം ഫോർ ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് പിഗ്മെൻറ്റേഷൻ. കോജിക് ആസിഡ് അറിയാം, സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യാൻ നല്ലതാണ്, ഡാർക്ക് സ്പോട്ട്സ് ഡൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചാണ് ഗൈസ്. ഇതൊരു അമേസിങ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഞാൻ എൻ്റെ യൂസ് ചെയ്തതിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. എനിക്കിത് ഫേസിൽ യൂസ് ചെയ്തപ്പം എൻ്റെ കുരുവും പാടൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരിക്കലും പോയിട്ടില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എൻ്റെ കുരു ലൈക്ക് ഡള്ളാവുന്നുണ്ട്, കുറച്ചൊക്കെ ഡള്ളാവുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കറുത്ത പാടുകൾ ഡള്ളാവുന്നുണ്ട്. കാരണം എനിക്കറിയാം, നമുക്ക് എടുപിടിന്ന് പോണ കാര്യമില്ല, വന്നാൽ പോവാം മക്കളെ, കുറേ നാൾ പിടിക്കും. ഏകദേശം 3 മുതൽ 4 മാസം
വരെ പിടിക്കും നമുക്ക് ഒരു പാടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് DIY ചെയ്യണമെന്നുണ്ട്, പക്ഷെ DIY ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഒരു സിറാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി അമേസിംഗ് ആയിട്ടുള്ള കിടിലൻ ജിഞ്ചിലാക്കളി പൊടിയായിട്ടാണ്. പൊളിയെന്ന് വെച്ചാൽ അമ്മാരി പുളിക്കിടിലായിട്ടാണ്, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കിടിലായിട്ടുള്ള സിറാണ് ഞാൻ മോർണിംഗ് യൂസ് ചെയ്യുന്ന ഈ ഒരു കോജിക് ആസിഡിൻ്റെ ഫേസ് സിറാണ്. എൻ്റെ ഫേവറേറ്റ് സിറാണ് ആൻഡ് ഐ ലവ് ദിസ് പ്രോഡക്റ്റ്. അടിപൊളിയാണ്. ഈ സിറത്തിനെ കുറിച്ചൊരു കാര്യം പറയാൻ വേണ്ടി മറന്നു. ഇത് ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയം, അതായത് ഞാൻ പുറത്തെങ്ങും പോകില്ല, ഞാൻ വീട്ടിലാണെന്ന് എനിക്കറിയില്ല, വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. കാരണം ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ പുറത്തിറങ്ങി വെയിൽ കൊള്ളുന്നത് നല്ലതല്ല. കാരണം നമുക്ക് ടാൻ ആവാനുള്ള അല്ലെങ്കിൽ സ്കിന്നൊന്ന് എക്സ്പോഷർ ആവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നമ്മൾ വെളിയിൽ പോയാൽ എന്ത് സംഭവിക്കുന്നു അതേപോലത്തെ ഒരു എഫക്റ്റ് നമുക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു കോജിക് ആസിഡിൻ്റെ സിറം വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഞാൻ എന്തുകൊണ്ട് DIY യൂസ് ചെയ്യാത്തതെന്ന് പറഞ്ഞുതരാം. ഞാൻ ചെയ്യുന്ന ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത്, ഉരുളക്കിഴങ്ങ് അരച്ചിട്ട് രാവിലെ എണീറ്റ് മുഖത്ത് ഞാൻ നമ്മൾ തലേദിവസം വെച്ചിട്ട് അതിൻ്റെ ഐസ് ക്യൂബ് ഫേഷ്യൽ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ഡെയിലി ഇല്ല, ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം. കാരണം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എങ്ങനത്തെയാണ്, ഇങ്ങനത്തെ പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ സ്കിന്ന് ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ അക്സെപ്റ്റ് ചെയ്യാൻ എൻ്റെ സ്കിന്ന് തയ്യാറാണ്. പക്ഷേ ഞാൻ സ്ഥിരം ഞാൻ DIY കൊടുത്ത സ്കിന്ന് കൺഫ്യൂഷൻ, അതിൽ ഏത് പിടിക്കണം. കാരണം ഓൾറെഡി ഇത് പിടിച്ച് സ്കിന്ന് ശീലിച്ച് പോയി. അപ്പോൾ പിന്നെ മറ്റേത് കൊടുക്കുമ്പോൾ സ്കിന്നൊരു കൺഫ്യൂഷൻ, ഇത് പിടിക്കണോ പിടിക്കേണ്ടതെന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ആഴ്ചയിൽ 3 ദിവസം ഞാൻ പ്രത്യേകിച്ച് എൻ്റെ എസ്പെഷ്യലി ഈ ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഭാഗത്ത് ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് ഇപ്പം ഞാൻ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന സിറം ഈ ഒരു നമ്മുടെ ലോറിയൽ പാരിസിൻ്റെ ഈ ഒരു ഹൈറലോണിക് ആസിഡ് സിറാണ്. ആൻഡ് ഇത് പൊളി സിറാണ്. പൊളിയെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് എത്ര ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എനിക്ക് ഓർമ്മയില്ല, 350 ആണ് റേറ്റ്. ഇത് 15 ml ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, വേറെ ഒന്നും കൊണ്ടല്ല. കാരണം ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നില്ല. പുറത്ത് പോകുന്ന സമയത്ത് എനിക്കൊരു ഹൈഡ്രേഷൻ വേണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് പുറത്ത് പോകുന്നില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു അടിപൊളി ഹൈറലോണിക് ആസിഡ് സിറാണ്. എൻ്റെ സ്കിൻ നല്ല ഡ്രൈ സ്കിന്നാണ്. അങ്ങനെ ഡ്രൈ സ്കിന്നർക്ക് പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ജിഞ്ചിലാക്കടി ആയിട്ടുള്ള സിറാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ഒരേപോലെ യൂസ് ചെയ്യാം. കാരണം മുമ്പൊക്കെ എന്നറിയോ, നമ്മൾ സിറ യൂസ് ചെയ്യുന്ന സമയത്ത് മുമ്പൊക്കെ നമുക്ക് ഇതായിരുന്നു, എന്താ സാധനത്തിന് പറഞ്ഞാൽ ഭയങ്കര ഓയിലി ആയിരുന്നു സിറംസ് ഒക്കെ. പക്ഷെ ഇപ്പോൾ ഉള്ള എല്ലാ സിറവും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സിറാണ്. പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് അല്ലെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന സിറാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്ന് ട്രൈ ചെയ്തൊക്കെ നല്ല എൻ്റെ ഫേവറേറ്റ് ഹൈറലോണിക് ആസിഡ് സിറാണ്. ഫേവറേറ്റ് വെച്ചാൽ അമ്മാരി ഫേവറേറ്റ് ഹൈറലോണിക് ആസിഡ് സിറാണ്. അപ്പം നമ്മൾ ഫേസ് വാഷ് ചെയ്തു, ടോണർ യൂസ് ചെയ്തു, അതിന് ശേഷം സിറം സിറം ആൻഡ് നെക്സ്റ്റ് നമ്മൾ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന 3 മോയ്സ്ചറൈസേഴ്സ് കാണിച്ചിട്ട് അത് മൂന്ന് കൺസേൺ അനുസരിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് എൻ്റെ എക്കാലത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ന്യൂട്രിഡാമിൻ്റെ മോയ്സ്ചറൈസറാണ്. സൂപ്പർവായിട്ടുള്ള മോയ്സ്ചറൈസറാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മോയ്സ്ചറൈസറാണ്. മേക്കപ്പിന് മുമ്പൊക്കെ ഞാൻ ഇടുന്ന മോയ്സ്ചറൈസറാണ്. നല്ല ഹൈഡ്രേഷൻ തരും ആൻഡ് നമ്മുടെ ഈ ഡാമേജ്ഡ് സ്കിന്നിനൊക്കെ നല്ലതായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ പ്രത്യേകിച്ച് റിവ്യൂ പറയുന്നില്ല, ഒരുപാട് ഇട്ട് പോകുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ബയോസിൽക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇതെന്താണെന്ന് അറിയോ, ഇതിനകത്ത് ഒരുപാട് സെറാമൈഡ്സ് ഉണ്ട്. അതായത് നമ്മുടെ സ്കിന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ട. കാരണം നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് ഒരു ബാരിയറായിട്ട് യൂസ് ചെയ്യണം. അതായത് ഒരു മതിൽ പോലെ അല്ലെങ്കിൽ ഒരു പാട പോലെ ഒരു ചുമര് പോലെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മണ്ടയിലെ മേക്കപ്പ് ആകത്തുള്ളൂ, സ്കിന്നിനകത്തോട്ട് പോകത്തില്ല, നമ്മുടെ സ്കിന്നിന് പ്രശ്നം വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്യും. കണ്ടറിയാം, ഇത്രയും യൂസ് ചെയ്തു, ഇനി ഇത്രയാണ്ടേ ഉള്ളൂ. അമേസിങ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇത് ഇച്ചിരി റേറ്റ് ആണ് കേട്ടോ. എൻ്റെ റേറ്റ് വന്നിട്ട് എത്രയാണെന്ന് എനിക്കറിയത്തില്ല, റേറ്റ് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ. ആൻഡ് ഇത് എസ്പെഷ്യലി ഞാനിത് ഓയിലി സ്കിന്നിന് ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. ഇത് എസ്പെഷ്യലി ഏറ്റവും നല്ലത് ഡ്രൈ സ്കിന്നുകാർക്കാണ്. ഞാനിത് മുഖത്തിടാറുണ്ട്, എൻ്റെ കാലിൻ്റെ പാദത്തിൽ ഇടാറുണ്ട്. എനിക്കൊരു പൊളി റിസൾട്ടാണ് കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ. ആൻഡ് നെക്സ്റ്റ് ഇപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്ന ഈ ഒരു കോസാറക്സിൻ്റെ അഡ്വാൻസ്ഡ് നെയിൽ 92 all-in-one ക്രീം കിടിലം പ്രോഡക്റ്റാണ്. ഞാൻ ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യാം. കിടിലം പ്രോഡക്റ്റാണ്, അമേസിങ് ആയിട്ടുള്ള സൂപ്പർവായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കണ്ടറിയാം. എന്താ ഇത്രയും യൂസ് ചെയ്തു വരുന്നുണ്ട്, കണ്ടോ, ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ ആക്ച്വലി ഇത്
പഞ്ഞി പോലെയാണ്, അല്ലെങ്കിൽ ലൈക്ക് ഇങ്ങനെ പശ പോലെയാണ്, ഭയങ്കര ഒട്ടുന്നുണ്ട്. എൻ്റെ കൈ പഴുക്കാണ് കേട്ടോ, ലൈക്ക് ഭയങ്കര ഡേർട്സ് ഒക്കെ ആയിട്ടിരിക്കുന്നത്. കുറേ നേരമായി കൈ വിട്ട്, അപ്പോൾ എനിക്കത് ഡയറക്റ്റ് എടുത്ത് കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ആൻഡ് ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇതിനകത്ത് പെപ്റ്റൈഡ്സ്, പ്രോട്ടീൻസ്, ലൈക്ക് അങ്ങനെ ഒരുപാട് സാധനം, ഹൈറലോണിക് ആസിഡ്, അങ്ങനെ ഒരുപാട് സാധനമുണ്ട്. നമ്മുടെ സ്കിൻ സെൽസ് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ നമ്മുടെ പിഗ്മെന്റേഷൻ കുറയ്ക്കുക. ഇവരിത് പറയുന്ന ആക്നെയും ഒക്കെ കുറയ്ക്കുന്നു. എനിക്ക് ആക്നെ കുറയ്ക്കുന്ന പോലെ എനിക്ക് ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല. മേ ബി ഇനി കുറയ്ക്കുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. ഇപ്പം എനിക്കതിൽ ആക്നെ കുറയ്ക്കുന്ന ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ പൊള്ളി മോയ്സ്ചറൈസേഷൻ ആണ്, ഭയങ്കര ഹൈഡ്രേഷൻ ആണ്, സൂപ്പർ കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാൻ, കാരണം നമ്മുടെ ഫേസ് ഭയങ്കര ഗ്ലോ അല്ലെങ്കിൽ ഡൂയി ആയിട്ടിരിക്കും. ആൻഡ് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് വാങ്ങിച്ചാൽ ഇത് നഷ്ടം ഉണ്ടാവും തോന്നില്ല, നഷ്ടം ഉണ്ടാകത്തില്ല, കാരണം ഇത് നല്ല മോയ്സ്ചറൈസേഷൻ. ഇത് ഭയങ്കര പശയാണൊക്കെ ഇരിക്കും, പക്ഷെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ആ സ്കിന്നിൽ ആ മോയ്സ്ചറൈസറുടെ പവർ അതേപോലെ കിടക്കും. ആൻഡ് ഇതോടെ അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫാർമസിയിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. പ്രൊപ്പലൈൻ ഗ്ലൈക്കോൾ ക്രീം. കുറേ നല്ല കെമിസ്ട്രി ഒക്കെ പണ്ട് ഡിഗ്രിക്ക് കഴിഞ്ഞപ്പോൾ പേരൊക്കെ മറന്നു. പ്രൊപ്പലൈൻ ഗ്ലൈക്കോൾ ക്രീം. ആൻഡ് ഇത് എമുലൈൻ എന്നാണ് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. ക്രീം ഫോർ ഡ്രൈ സ്കിൻ ട്രീറ്റ്മെൻറ്റ്. ഈ ഒരു സാധനമാണ്. ഇത് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിന് നല്ലതാണ്. അതായത് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുഖം കഴുകുമല്ലോ, മുഖം കഴുകിയതിന് ശേഷം ചാടി കയറി ബാക്കി ഏത് യൂസ് ചെയ്യുന്നതിന് ശേഷം ഇടുന്നതിന് മുമ്പും ഞാൻ ഇത് ഇട്ട് കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ്. ഇറിറ്റേറ്റഡ് ആവാതിരിക്കാണ്, വേറെ കൊണ്ടില്ല. ഇപ്പം എനിക്ക് നല്ല രീതിക്ക് ആഗ്നേ ഉള്ളത് കൊണ്ട് തന്നെ, ആഗ്നേ പോയതിൻ്റെ കുറച്ച് മാർക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇത് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഇടുമ്പോഴത്തേക്ക് എന്താണെന്ന് അറിയോ, നമ്മുടെ സ്കിന്ന് ഒന്ന് കാമാവും, നമുക്ക് ആ ഒരു സെൻസേഷൻ ഉണ്ടാകത്തില്ല. അയ്യോ ഇത് തൊലഞ്ഞോ. ആൻഡ് അതിനുശേഷം സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൽ ഞാൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. എനിക്ക് ഇന്ന ഓപ്ഷൻ ഒന്നുമില്ല, ഒരുപാട് ബ്രാൻഡ്സിൻ്റെ നല്ലതാണ്. പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേയൊക്കെ തീർന്നു പോയി. സൺസ്ക്രീൻ ഞാൻ മാറ്റി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇതും പ്രോഡക്ട്സുകൾ മാറ്റി ഉപയോഗിക്കാറുണ്ട്, കാരണം പണ്ടത്തെ സ്കിൻ കെയർ അല്ല, ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാൻ വേണ്ടി പറ്റും. മാറ്റി ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഫസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഈ അക്കലോജിക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഹൈഡ്രേറ്റ് സൺസ്ക്രീൻ ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും നല്ലതാണ്, ഭയങ്കര ഹൈഡ്രേഷനാണ്, സൂപ്പർവാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റ് കാസ്റ്റ് ഇല്ല, പെട്ടെന്ന് അബ്സോർബ് ആവും. പക്ഷെ ഇത് ഭയങ്കര എഫക്റ്റീവ് അല്ല. എന്ന് വെച്ചാൽ ഇപ്പം എന്താ പറയുക വെച്ചാൽ ഭയങ്കര വീര്യം കൂടിയ സൺസ്ക്രീൻ അല്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള സൺസ്ക്രീനാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നേരം നമുക്ക് ആ വെയിൽ കൊള്ളാതിരിക്കുക പിടിച്ച് നിർത്താനുള്ള ഒരു കഴിവൊന്നും ഈ ഒരു സൺസ്ക്രീൻ ഇല്ല. ആൻഡ് നെക്സ്റ്റ് ഈ ഒരു ഡോക്ടർ ഷീത്ത് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ്. ഇത് വന്നിട്ട് ഹെൽത്തി ആൻഡ് ഹൈറലോണിക് ആസിഡ് സൺസ്ക്രീനാണ്. ഇതും പോളി സൺസ്ക്രീനാണ്. പക്ഷേ ഇതും ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഭയങ്കര വീര്യം കൂടിയ സൺസ്ക്രീൻ അല്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള സൺസ്ക്രീനാണ്. ഇതിന് വൈറ്റ് കാസ്റ്റ് ഇല്ല. പിന്നെ ഞാൻ സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് പോയാൽ പറഞ്ഞുതരാം, ഞാൻ തൊപ്പി വയ്ക്കും, ഞാൻ കുട പിടിച്ച് നോക്കും, ഞാൻ ഇങ്ങനെയാണല്ലോ, വെയിലൊട്ടും ഒട്ടും കൊള്ളാതിരിക്കും നോക്കുക. അങ്ങനെ എനിക്ക് ഒന്നാമത്തെ കേസ് എനിക്ക് തലവേദന എടുക്കും. പിന്നെ രണ്ടാമത്തെ ദിവസം എനിക്ക് വീഡിയോ നോക്കുമ്പോൾ അയ്യോ ടാൻ ആയെന്നുള്ളൊരു വിഷമം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ, ടാൻ മാത്രമല്ല നമുക്ക് റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ പെട്ടെന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ സൺസ്ക്രീൻ എല്ലാവരും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്കിന്നിന് ഡാമേജ് ആവും. ആൻഡ് നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള UB കർബ് അക്വാ ജെൽ. ഈ ഒരു സൺസ്ക്രീനാണ്. ഈ ഒരു സൺസ്ക്രീൻ നോക്കുകയാണെങ്കിൽ 50++++ PA++ സൺസ്ക്രീൻ, ടിൻഡഡ് മാറ്റ് ഫിനിഷ് ആണ്. ആൻഡ് ഇതൊരു നല്ല പ്രോഡക്റ്റാണ്, പെട്ടെന്ന് സ്കിന്നിൽ അബ്സോർബ് ആവുന്ന ഒരു നല്ലൊരു സൺസ്ക്രീനാണ്. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ആക്ച്വലി ഇത് ഫാർമസിയിലൊക്കെ സജസ്റ്റ് ചെയ്യുന്ന, ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്ന സൺസ്ക്രീനാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഞാൻ ഓയിലി സ്കിന്നിന് പ്രിഫർ ചെയ്യുന്നില്ല, ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഡ്രൈ ടു നോർമൽ ഡ്രൈ സ്കിന്നുകാർക്കാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ പറയുന്ന കാര്യം, ഈ പ്രോഡക്റ്റാണ് ഏറ്റവും നല്ല പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റാണ് ഏറ്റവും കിടിലമായിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ബിക്കോസ് ഇതൊരു ഭയങ്കര കിടിലമായിട്ടുള്ള പ്രോഡക്ട്സുകളൊന്നുമല്ല. ഞാൻ യൂസ് ചെയ്തു, എനിക്ക് റിസൾട്ട് ഉണ്ട് എന്ന് തോന്നിയ കുറച്ച് പ്രോഡക്ട്സുകൾ മാത്രമാണ്. അല്ലാതെ ഇതാണ് ഏറ്റവും നല്ല ജിഞ്ചില്ലാക്കടി ഐറ്റം, അതല്ലെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല പൊളി ഐറ്റം, അങ്ങനെ ഒന്നുമല്ല. ഇത് എന്നാൽ അഫോർഡ് ചെയ്യുന്ന പ്രോഡക്ട്സ്, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കൊള്ളാം എന്ന് തോന്നിയ പ്രോഡക്ട്സ്, എൻ്റെ സ്കിൻ ടൈപ്പിന് നല്ല പ്രോഡക്ട്സ്, അതുകൊണ്ടാണ് ഇത് കാണിച്ചു തരുന്നത്. നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിലും ഏകദേശം ഇതേ പ്രോഡക്റ്റ്സ് ആണ് വരുന്നത്. എന്നാൽ പോലും ഞാൻ കാണിച്ചു തരുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ പറഞ്ഞുതരാം. ആദ്യം ഞാൻ നൈറ്റ്, അതായത് നമ്മളിപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് എൻ്റെ ഫേസിൽ ഫുൾ മേക്കപ്പ് ആയിരിക്കും. അപ്പം മേക്കപ്പ് ഞാൻ എന്തായാലും റിമൂവ് ചെയ്യണം. അങ്ങനെ ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 2 മേക്കപ്പ് റിമൂവേഴ്സ് കാണിച്ചു തരാം. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ഫേസ് ഷോപ്പിൻ്റെ ഒരു മേക്കപ്പ് ഓയിൽ ക്ലെൻസറാണ്. നിങ്ങൾക്ക് കണ്ടറിയുന്നത് ഇത്ര ഇനി സാധനമുള്ളൂ, ഇതാണ്. ആൻഡ് ഇത് ഞാൻ ഒരുപാട് നേരം കാണിക്കില്ല, കാരണം അതിൻ്റെ കോലം കണ്ടാൽ നിങ്ങൾക്ക് ഇടുന്നു. ഓക്കെ,
ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഒരുമാതിരി ഇരിപ്പുണ്ട്. ആൻഡ് നെക്സ്റ്റ് അത് ഒരു ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസറാണ്. അത് നമ്മൾ ഓയിൽ ലൈക്ക് നമ്മുടെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാരയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലെൻസർ വേണം. അത് റിമൂവ് ചെയ്ത് കളയും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ വെള്ളമായിട്ട് കഴുകിയാലും നമുക്ക് ആ എണ്ണമയം നമ്മുടെ മുഖത്ത് ഉണ്ടാവത്തില്ല. അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്ലിനിക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഈ ഒരു ടേക്ക് ദ ഡേ ഓഫ് ക്ലെൻസിങ് ബാമാണ്. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഞാൻ ഭയങ്കര റിവ്യൂ കണ്ട് വാങ്ങിച്ചാണ്. അമേസിങ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് കണ്ടറിയാൻ ഉണ്ടായിരുന്നു. ഇത് ഇത്രയേ ഉള്ളൂ ഈ പ്രോഡക്റ്റ്. ഇനി ഞാനിത് വാങ്ങത്തില്ല, കാരണം ഭയങ്കര റേറ്റ് ആണ്, എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അത് അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ ഇനി ഞാനത് വാങ്ങുന്നില്ല. ഞാൻ ഇനി വാങ്ങുന്നുണ്ടെങ്കിൽ ഇന്നിസ്ഫ്രീ അല്ലെങ്കിൽ ഫേസ് ഷോപ്പിൻ്റെ ഓയിൽ ഫ്രീ ക്ലെൻസർ ആയിരിക്കും. ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം നമ്മുടെ ഫേസിൽ ഓയിലുണ്ട്. അപ്പോൾ ഓയിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനുശേഷം യൂസ് ചെയ്യുന്ന ആ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ അയുഗ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 1% ചന്ദന ഫേസ് വാഷാണ്. ആൻഡ് ഇത് ഞാൻ യൂസ് ചെയ്യാനുള്ള കാരണം ഇത് നമ്മുടെ ഫേസിനകത്തുള്ള എക്സസ് ആയിട്ടുള്ള ഡേർട്ട് എടുത്ത് കളയും. ആൻഡ് ഓൾസോ നമ്മുടെ എക്സസ് ആയിട്ടുള്ള മേക്കപ്പ് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് പൊളിയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇച്ചിരി ഒരു വീര്യം കൂടിയ, കാരണം മേക്കപ്പ് ഉള്ളിൽ നിന്ന് കുറച്ചുകൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു വീര്യം കൂടിയ ഫേസ് വാഷ് നല്ലതാണ്. ഭയങ്കര വീര്യം മീൻസ് ആസിഡിൻ്റെ വീര്യമൊന്നും അല്ല. നിങ്ങൾക്ക് മനസ്സിൽ മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസറും അല്ലെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു മൈൽഡിനെക്കാളും കുറച്ചുകൂടെ നല്ല ക്ലെൻസറാണ്. അതാണ് പറയാനുള്ളത്. ഈ ഒരു ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു കിടിലം പ്രോഡക്റ്റാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് സെറ്റാഫില്ലിൻ്റെ ക്ലെൻസറാണ്. അതാണ് കുറച്ചുകൂടെ നല്ലത്. ആൻഡ് നെക്സ്റ്റ് ടോണറിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ടോണേഴ്സിൽ ഏതെങ്കിലും ടോണർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ പറയാനുള്ള കാര്യം, ഞാൻ ഒരു ദിവസം ഈ ടോണർ അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം അതൊറ്റ സ്കിന്നിന് നല്ലതല്ല. ആൻഡ് ലാസ്റ്റ് ഞാൻ ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ടോണർ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്ന അടുത്തത് മാസ്ക് മഞ്ഞളിൻ്റെയും തൈരിൻ്റെയും മാസ്കാണ് ഇടുന്നത്. ടോണറിന് മുമ്പ്, അതായത് ഫേസ് വാഷ് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മഞ്ഞളിൻ്റെയും നമ്മുടെ മാസ്കാണ്. അപ്പോൾ ഈ മഞ്ഞളിൻ്റെ ഇതിൻ്റെ മാസ്ക് എനിക്കിപ്പോൾ ആക്നെ കൂടുതൽ, പിമ്പിൾസ് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല. ഞാൻ ഡെയിലി യൂസ് ചെയ്യുമായിരുന്നു മുമ്പ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് വല്ലപ്പോഴും, അതായത് തിങ്കളിട്ടാൽ പിന്നെ ബുധനിട്ടാൽ പിന്നെ ഞാൻ വെള്ളിയോ ശനിയോ ആണ് ഇടുന്നത്. അങ്ങനെയാണ് ഇടുന്നത്. അതിന് ശേഷമാണ് ഞാൻ ടോണർ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇപ്പം കാണിച്ചു തരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഈ ഒരു അക്കലോജിക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഗ്ലോ പ്ലസ് ജെല്ലി മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പ്രോഡക്റ്റ് തീരാറായി, കാരണം ഇത് നന്നായിട്ട് ഫേസ് ബ്രൈറ്റൻ അപ്പ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കുന്നതൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ റിവ്യൂ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയണേ. ഇത്രയും പ്രോഡക്ട്സ് ഞാൻ കാണിച്ചു, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വാരി ഇടാറില്ല. പിന്നെ പറയാനുള്ള കാര്യം, എൻ്റെ ജോബ് എന്താണ്, ഇതാണ് എൻ്റെ ജോബ്. ഞാൻ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നതല്ല. ഞാൻ ഇപ്പം ഞാൻ, കാരണം എനിക്ക് എന്ന് വെച്ചാൽ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു ഇതെന്ന നിലയിൽ എനിക്ക് ഓരോ പ്രോഡക്ട്സ് റിവ്യൂ ചെയ്യാൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ വന്ന് നിങ്ങൾ പല്ലി കഴിക്കുന്ന കാണിച്ചാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ മുടി എങ്ങനെ കെട്ടുന്നതെന്ന് കാണിച്ചിട്ട്, അങ്ങനെയല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ ഏത് റിവ്യൂ വേണമെന്ന് പറഞ്ഞാലും ഏകദേശം 1-2 മാസം എടുത്താലും ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ വിചാരിക്കുമ്പോൾ നമുക്ക് എടുത്തുണ്ട് രാവിലെ കോരി വലിച്ച് തേച്ചിട്ട് അന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി നടക്കുന്ന കാര്യമല്ല. ആൻഡ് ഇപ്പം എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ മുമ്പൊക്കെ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ, നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ വാങ്ങാൻ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാൾ വാങ്ങാൻ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് അയാൾക്ക് വളരെ അത് കൊള്ളൂല എന്നുണ്ടെങ്കിൽ ഞാനത് സജസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുമ്പോൾ അയാളുടെ പൈസയാണ് പോകുന്നത്, അയാളുടെ ടൈം, അയാളുടെ അതിൽ വിശ്വസിക്കുന്ന അയാളുടെ ഹോപ്പ്, ട്രസ്റ്റ് ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്താണോ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എൻ്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇപ്പം എനിക്ക് PR വരുന്നുണ്ട്. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ബ്രാൻഡ് നമുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് അയച്ചു തരും. ഇത് നിങ്ങൾ പേഴ്സണൽ റിവ്യൂ ചെയ്യണം, നിങ്ങളുടെ റിവ്യൂ എന്താണെന്നുള്ള പറയണമെന്നൊക്കെ പറയും. അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സണൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്, അല്ല നാട്ടിൽ കിടക്കുന്നവരുടെ റിവ്യൂ അല്ല, എൻ്റെ സ്വന്തം റിവ്യൂ ആണ്. എത്ര പ്രോഡക്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊള്ളൂലാന്ന്, അല്ലെങ്കിൽ എത്ര പ്രോഡക്ട്സ് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് മൈ ഓണസ്റ്റ് സ്കിൻ കെയർ റൂട്ടീൻ.